സംസ്ഥാനത്ത് അസാധാരണമായ ഒരു നീക്കം നടക്കുകയാണ്. അതായത് CPM-നെ ഞെട്ടിച്ചുകൊണ്ടുള്ള പ്രവർത്തകരുടെ ഈ നീക്കം അത് വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. തീവ്ര ഇസ്ലാമിക് സംഘടനകളെ ചേർത്ത് നിർത്തുന്ന CPM-നെ ആശയക്കുഴപ്പത്തിലാക്കുന്ന അല്ലെങ്കിൽ അങ്കലാപ്പിലാക്കുന്ന ഒരു നീക്കമാണ് CPM പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. കൂട്ടത്തോടെ BJP-യിലേക്ക് ഞങ്ങളിതാ പോകുന്നു, അല്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ BJP-ക്ക് വോട്ട് ചെയ്യും. ഇതാണ് CPM പ്രവർത്തകർ, പ്രാദേശികരായ പ്രവർത്തകർ പറയുന്നത്. എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? ദേശീയ തലത്തിൽ തന്നെ BJP-യുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവർ വെയിറ്റ് ചെയ്തിരുന്നിട്ട് പതിയെ പതിയെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് വന്നിട്ട് ഭരണം പിടിക്കാന്നുള്ള, അങ്ങനെയാണ് കേന്ദ്രത്തിൽ ഭരണം BJP പിടിക്കുന്നത്. അതിന് സമാനമായ രീതിയിലായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് BJP എത്തിയത്. കഴിഞ്ഞ 10-15 വർഷമായിട്ട് കോർപ്പറേഷൻ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യം വെച്ച് BJP കൃത്യമായിട്ട് പ്രവർത്തിച്ചു. ഇത്തവണയും കൂടുതൽ കൗൺസിലർമാരെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമെന്ന് BJP ഉറച്ചു പ്രതീക്ഷിച്ചെങ്കിലും 40 വർഷമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ കുത്തകയാക്കി വെച്ചിരുന്ന CPM-ന് അതൊരു വെല്ലുവിളിയായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് അവർക്ക് ഈ BJP-യുടെ പ്രവർത്തനത്തെ മറികടക്കാൻ സാധിച്ചില്ല. ഇത്തവണ കോർപ്പറേഷൻ BJP-യുടെ കയ്യിലേക്ക് വരുന്നു. മേയർ BJP-ക്ക് വേണ്ടിയിട്ട് അവിടെ എത്തിച്ചേരുകയും ചെയ്തു. ഈ മേയറിലൂടെ ഒരുപാട് വികാസങ്ങളൊക്കെ നടത്താനായിട്ട് BJP-ക്ക് സാധിച്ചു. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ 5ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ BJP-ക്ക് വലിയ കുതിപ്പുണ്ട്. 2 മണ്ഡലങ്ങൾ ഒറ്റയ്ക്ക് BJP ജയിക്കുന്ന ഘട്ടവും എത്തി. ഈ അവസ്ഥ വന്നപ്പോഴാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ പരിധിക്ക് പുറത്തേക്ക് BJP-യുടെ ഈ പ്രവർത്തനം വ്യാപിച്ചതും. അതായത് BJP ചിട്ടയോടുകൂടി പ്രവർത്തിക്കുന്നു. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ, ഇതായത് സാമുദായികമായ ധ്രുവീകരണം, വംശീയ അധിക്ഷേപം തുടങ്ങിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ പലയിടത്തും ഉണ്ടാകുമ്പോൾ BJP അതിനെതിരെ പ്രതിരോധം തീർക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ നെടുമങ്ങാട് എന്ന് പറയുന്ന ഒരു നിയമസഭാ മണ്ഡലം, ഈ നിയമസഭാ മണ്ഡലത്തിൽ SDPI പോലെയുള്ള തീവ്ര ഇസ്ലാമിസ്റ്റ് നിലപാടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ചില അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നിരോധിക്കപ്പെട്ട സംഘടനയുടെ അതേ ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന SDPI-കാർ ഇവർ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ CPM പ്രവർത്തകരെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. 2 കൂട്ടർ തമ്മിലുള്ള സംഘർഷം അതൊടുവിൽ CPM-ന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ആംബുലൻസ് കത്തിക്കുന്ന അവസ്ഥയിലെത്തി. എന്നിട്ടും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ അവർക്കെതിരെ നിലപാടെടുക്കാനോ CPM-ന് സാധിച്ചില്ല. എന്തിന്? പരസ്യമായിട്ട് ഒരു പ്രതിഷേധ പ്രകടനം പോലും നടത്താൻ പ്രാദേശിക CPM പ്രവർത്തകർക്ക് സാധിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ജില്ലാ തലത്തിൽ നിന്നുള്ള CPM നേതാക്കളുടെ പിന്തുണ ലഭിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്തിനാണ് ഈ പാർട്ടിയിൽ നിൽക്കുന്നത്? മാത്രമല്ല, കാലാകാലങ്ങളായി CPI-യുടെ MLA-മാരാണ് അവിടെ നിന്നുണ്ടാകുന്നത്. അതായത് CPI ആണ് അവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് CPM-ന് വലിയ വേരോട്ടം അവിടെ ഉണ്ടാകുന്നുമില്ല. പക്ഷേ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന CPM-കാരാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്, ഇനിയും CPM-ന്റെ കൂടെ നിന്നിട്ട് കാര്യമില്ല. അവിടെ നിന്ന് പാർട്ടി മാറിപ്പോയാൽ CPI-യിലേക്ക് എത്താം, അവിടെ നിന്നിട്ടും കാര്യമില്ല. LDF-ന് ഈ പറയുന്ന SDPI പോലെയുള്ള തീവ്ര നിലപാട് സ്വീകരിക്കുന്ന സംഘടനകൾക്കെതിരെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. അവിടെയാണ് BJP-യിലേക്ക് ഇവർ ആശ്രയം കണ്ടെത്തുന്നത്. BJP-യിലേക്ക് പോയാൽ ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നവർക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുമെന്ന് മാത്രമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അടിത്തട്ടിലേക്ക് പ്രവർത്തനം കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ വിജയം അതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ഇനി BJP-യിൽ ചേർന്ന് പ്രവർത്തിച്ചാലോ? ഇത്തരത്തിലുള്ള നീക്കമുണ്ടായിട്ടും CPM-ന്റെ നേതൃത്വം യാതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്നു. ഇത് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യത്തിലുണ്ടായത്. കാരണം അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടായപ്പോഴും അതിനെ തടയിടേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ, BJP ചാടിയാൽ എവിടം വരെ പോകും എന്നുള്ള ഒരു മുൻവിധി CPM-നുണ്ടായിരുന്നു. അതേ മുൻവിധിയാണ് നെടുമങ്ങാട് പോലെയുള്ള ഗ്രാമീണ മേഖലയിൽ നിന്നും ഇപ്പോൾ CPM-നും മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ CPM-ന്റെ നേതൃത്വത്തിന് ചിന്തിക്കുന്നതും. അതിനെ മറികടക്കുന്ന പ്രവർത്തനം താഴെ തട്ടിലുള്ള പ്രവർത്തനം എന്ന് വെച്ചാൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ പോലും അല്ലാത്ത CPM-നെ നെഞ്ചേറ്റുന്ന ഒരുപാട് പേരുണ്ട്. CPM-ന്റെ ഉറച്ച വോട്ട് ബാങ്ക് അല്ലെങ്കിൽ LDF-ന്റെ ഉറച്ച വോട്ട് ബാങ്ക്. ഇവർ കൂട്ടത്തോടെ BJP-യിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ BJP-ക്ക് വലിയൊരു അടിത്തറ തിരുവനന്തപുരം നഗരത്തിന് പുറത്തും ഉണ്ടാകുക എന്നൊരർത്ഥമുണ്ട്. ഇത് CPM-ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെറുതല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതായത് നെടുമങ്ങാട് പ്രാദേശിക CPM-കാർ, നെടുമങ്ങാട് എന്ന് പറയുന്നത് 1957 രൂപീകൃതമായ ഒരു നിയോജക മണ്ഡലമാണ്. 1957 മുതൽ 87 വരെ, അതായത് ഏകദേശം 30 വർഷത്തോളം CPI-യുടെ ഉറച്ച കോട്ടയായിരുന്നു. അവിടേക്ക് പിന്നീട് 2 തവണ പാലോട് രവി വന്നു, പിന്നീട് മാങ്കോട് രാധാകൃഷ്ണൻ വന്നു. അതിനുശേഷം C ദിവാകരനും GR അനിലും, ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് മന്ത്രിയൊക്കെ അവിടെ നിന്നാണ് വരുന്നത്. ഈ അത്തരത്തിൽ CPI-യുടെ ഒരു ഉറച്ച കോട്ടയാണ് നെടുമങ്ങാട് എന്ന് പറയുന്നത്.
അവിടെ പ്രാദേശികമായി CPM പ്രവർത്തകർ വലിയ ശക്തിയായി പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലം കൂടി, നിയോജക മണ്ഡലം കൂടിയാണ് നെടുമങ്ങാട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും നെടുമങ്ങാട് മണ്ഡലം എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ രീതിയിൽ അവർക്ക് ശക്തമായ ഒരു പ്രചാരണം നടത്തുന്നത്. കാരണം എല്ലാവരും CPM-നോടൊപ്പം നിൽക്കുന്നവരാണ്. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. അതായത് ഈ SDP-യുടെ വല്ലാത്തൊരു കടന്നുകയറ്റം, അതായത് SDP ഏത് തരത്തിലുള്ള അക്രമ രാഷ്ട്രീയം അവിടെ കാണിച്ചാലും DYFI പ്രവർത്തകരെ അടക്കം അവരുടെ ആംബുലൻസുകൾ കത്തിക്കുന്നു, അവിടുത്തെ പ്രാദേശിക നേതാക്കളെ ഉപദ്രവിക്കുന്നു. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ SDP-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമ്പോഴും CPM നേതൃത്വം മൗനം പാലിക്കുന്ന ഒരു കാഴ്ചയാണ് നെടുമങ്ങാട് കാണാൻ സാധിക്കുന്നത് എന്നാണ് പ്രാദേശിക പ്രവർത്തകർ അവിടെ പറയുന്നത്. അതായത് CPM പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന പ്രവർത്തകർ പറയുന്നത് ഇങ്ങനെ ഒരു പോക്കാണെങ്കിൽ CPM-ലേക്ക് തുടർന്ന് പോകാൻ ഞങ്ങൾക്ക് താല്പര്യക്കുറവുണ്ട്, ഞങ്ങൾക്ക് പറ്റില്ല എന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. ഈ SDP PFIയുടെ ആശയങ്ങൾ കൂടി പിന്തുടർന്ന് പോകുന്ന ഒരു സംഘടനയാണ് SDP എന്ന് പറയുന്നത്. ഈ എന്താ പറയുക, രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരുപക്ഷെ ഈ തീവ്ര ഇസ്ലാമിക് സംഘടനകളുമായി കൂട്ടിച്ചേർന്ന് പോകണമെന്നുണ്ടാവും. കാരണം രാഷ്ട്രീയമാണ്, വിജയമാണ്, അധികാരമാണ് ഇവർക്കൊക്കെ വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്. പക്ഷെ പ്രവർത്തകർക്ക് അങ്ങനെ ആകണമെന്നില്ല. ഇപ്പോൾ VD സതീശൻ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് പല കോൺഗ്രസ് പ്രവർത്തകർക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. അത് തിരിച്ചറിയാതാണ് സതീശൻ ഈ യാത്ര എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് CPM. SDP ആയാലും PFIയിൽ നിന്ന് നിരോധിച്ചപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി വന്ന പ്രവർത്തകർ മുഴുവൻ CPM-ലേക്കോ അല്ലെങ്കിൽ കോൺഗ്രസിലേക്കോ ചേക്കേറിയപ്പോൾ ഇതിനെ അനുകൂലിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെ കണ്ടില്ല എന്ന് നടിക്കാനോ പ്രവർത്തകർക്ക് പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് തന്നെയാണ് നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് അവിടുത്തെ CPM പ്രവർത്തകർ പറയുന്ന ഉറച്ച കോട്ടയായ, ഇടതിന്റെ ഉറച്ച കോട്ടയായ നെടുമങ്ങാട് CPM പ്രവർത്തകർ പറയുന്നത് ഒന്നുകിൽ ഞങ്ങൾ കൂട്ടത്തോടെ BJP-യിൽ അംഗത്വം എടുക്കും, അല്ലെങ്കിൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ BJP-ക്ക് വേണ്ടി വോട്ട് ചെയ്യും. കാരണം ഒരു നിലപാട് പരസ്യമായി സ്വീകരിച്ചാൽ പാർട്ടി CPM ആണ്. ഉണ്ടാകാൻ പോകുന്ന ദോഷങ്ങൾ എന്താണ് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പാർട്ടിയെ വിമത ശബ്ദം ഉണ്ടാകുമ്പോഴും പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുമ്പോഴും ഓരോരുത്തർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ നന്നായി അറിയാവുന്നവരാണ് പാർട്ടി പ്രവർത്തകർ. അതുകൊണ്ട് പരസ്യമായി ചിലപ്പോൾ നിലപാടുകൾ അറിയിക്കാതെ രഹസ്യമായി അവർ BJP-ക്ക് വോട്ട് ചെയ്താൽ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലെ CPM-ന്റെ ഉരുക്കുകോട്ട തകരുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇസ്ലാമിസ്റ്റുകൾ ഇപ്പോൾ ആയുധങ്ങളുമേറി വരുന്ന SDP പ്രവർത്തകർ പലതരത്തിലുമുള്ള, ഇപ്പോൾ ഹിജാബ് വിവാദം ഉണ്ടായപ്പോൾ SDP-യുടെ അതേ നിലപാടിനൊപ്പമാണ് CPM നിന്നത്. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അടക്കം SDP-യുടെ നിലപാട് പിന്തുണച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത്. ഇതൊക്കെ നെടുമങ്ങാട് പ്രവർത്തകരിൽ വല്ലാതെ അവമതിപ്പുണ്ടാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അവർ പറയുന്നു, ഈ നിലപാടുമായാണ് CPM മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഈ നിലപാടിൽ അംഗീകരിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളൊക്കെ കോൺഗ്രസിലേക്ക് പോകാൻ പറ്റില്ല. കാരണം ഇതേ നിലപാട് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഫാസിസം എന്നും വർഗീയതയെന്നും പറയുന്ന നിങ്ങൾ പറയുന്ന BJP ഈ നിലപാടുകൾ സ്വീകരിക്കുന്നില്ല. മാത്രമല്ല BJP നെടുമങ്ങാടും തിരുവനന്തപുരം കോർപ്പറേഷനും ഒക്കെ ശക്തി പ്രാപിക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. അവിടെ അധികാരത്തിലുള്ള ഒരു പാർട്ടിയാണ് BJP. അവരൊരിക്കലും ഇത്ര തീവ്ര ഇസ്ലാമിസ്റ്റുകളുമായി ബന്ധം സ്ഥാപിക്കില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ BJP-യിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ CPM-ന് ഇതിലും വലിയ അടി തിരുവനന്തപുരത്ത് കിട്ടാനില്ല എന്നുള്ളത്. ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തതിനപ്പുറമാണ് CPM-ന്റെ ഉരുക്കുകോട്ടയിലേക്ക് ഇത്തരത്തിലുള്ള നിലപാടുമായി CPM പ്രവർത്തകർ വരുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലായ്പ്പോഴും UDF-ന് അനുകൂലമായ നിലപാടാണ് തിരുവനന്തപുരം ജില്ല സ്വീകരിക്കുന്നത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ MLA-മാരും LDF-ന്റെ ആയിരിക്കും. ആ രീതിയിൽ CPM-ന് ശക്തമായ അടിത്തറ തിരുവനന്തപുരം ജില്ലയിൽ എല്ലായിടത്തുമുണ്ട്. ആ അടിത്തറ തകർന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരം നഗരത്തിന് പുറത്തു നിന്ന് സാധാരണക്കാരായ CPM പ്രവർത്തകർ തങ്ങളുടെ ആവശ്യങ്ങൾ പാർട്ടി നേതൃത്വം അംഗീകരിക്കുന്നില്ല. തങ്ങളുടെ പ്രവർത്തകരെയും പ്രാദേശിക നേതാക്കളെയും SDP പോലെയുള്ള ഇസ്ലാമിസ്റ്റ് തീവ്ര നിലപാടുള്ള ആളുകൾ മർദ്ദിക്കുന്നു, ആംബുലൻസ് കത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയേ. സാധാരണക്കാരായ രോഗികൾക്ക്, സാധാരണക്കാരായ ആളുകൾക്കൊക്കെ സൗജന്യമായി വിദ്യാർത്ഥി സംഘടനയായ യുവജന സംഘടനയായ DYFIയുടെ ആംബുലൻസുകൾ കത്തിച്ചിട്ട് പോലും അവിടുത്തെ പ്രാദേശിക നേതൃത്വം പോലും ഒരു വാക്ക് മിണ്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ
SDP യോടുള്ള അവരുടെ സ്നേഹമാണ് അവിടെ അപ്പൊ വെളിവാകുന്നത്. ഡിവൈഎഫ്ഐക്ക് പോലും SDP യുടെ ഭയമാണ് എന്നൊരു ചിന്ത. കാരണം യുവജന സംഘടനകളുടെ കൂട്ടത്തിൽ ഏറ്റവും പവർഫുൾ എന്ന് നമ്മൾ കരുതുന്ന ഡിവൈഎഫ്ഐ. അതെ. ആ ഡിവൈഎഫ്ഐയുടെ ആംബുലൻസ് കത്തിച്ചിട്ട് അതിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുന്നില്ല. എന്തിന്? പരസ്യമായിട്ട് ഇത് ചെയ്ത് SDP ആണെന്ന് പറഞ്ഞ ഒരു തള്ളി പറയാൻ പോലും തയ്യാറാകുന്നില്ല. പ്രക്ഷോഭം നടത്താൻ, ഒരു പ്രതിഷേധ പ്രകടനം നടത്താൻ അവർക്ക് കഴിയുന്നില്ല. അപ്പൊ CPM-ന്റെ ഡിവൈഎഫ്ഐയുടെ ചില നേതാക്കളെങ്കിലും ഈ പറയുന്ന മൃദു SDPI നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതെ. ഈ SDPI നിലപാടുമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള സാധാരണക്കാരായ CPM പ്രവർത്തകർ കൂട്ടത്തോടെ ഈ പറയുന്ന BJP-യിലേക്ക് പോകാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നു. ഇതിനെ തുടക്കം മുതൽ പ്രതിരോധിച്ചില്ല എങ്കിൽ പാർട്ടിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകും. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2 നിയമസഭാ മണ്ഡലങ്ങളിൽ പൂർണ്ണമായിട്ടും BJP-ക്ക് സുരക്ഷിതമായി വിജയിക്കാൻ കഴിയുമെന്ന് അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. മറ്റ് 4 നിയമസഭാ മണ്ഡലങ്ങളിൽ കൂടി 5000 വോട്ട് മുതൽ മുകളിലേക്ക് വോട്ടുകൾ സമാഹരിക്കാൻ സാധിച്ചാൽ CPM-ന്റെ അടിത്തറ തകരും. എന്നിട്ടും അത് കണ്ടില്ലെന്ന് നടിക്കുകയാണെങ്കിൽ കൂട്ടത്തോടെ ആളുകൾ ഇപ്പം പറയില്ല, CPM വിട്ടിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോയാൽ CPM-നുള്ളിൽ നിന്ന് തന്നെ വലിയ ഭീഷണി ഉണ്ടാകും. അവർക്ക് ചിലപ്പോൾ നിലനിൽപ്പുണ്ടാവില്ല. പക്ഷേ BJP പോലെയുള്ള മറ്റൊരു കേഡർ പാർട്ടിയിലേക്കാണ് ചെല്ലുന്നതെങ്കിൽ അവരെ ഇങ്ങനെ ചേർത്ത് നിർത്താൻ ആ പാർട്ടിക്ക് സാധിക്കും. മാത്രമല്ല, ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ എന്തുകൊണ്ടാണ് 3-ാം ടൈമിൽ അധികാരത്തിൽ വരുന്നത്? ആ സർക്കാർ നടപ്പാക്കുന്ന നയങ്ങൾ അംഗീകരിക്കുന്നതുകൊണ്ടാണ്. കേരളത്തിലെ കുറച്ച് മാധ്യമങ്ങളും കുറച്ച് കപട സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ എന്നെ ഉണ്ടാക്കുന്ന നാരേറ്റീവ് ഇതെല്ലാം പൊളിഞ്ഞു വീഴുകയാണ്. ഇത്തരത്തിലൊരു സർക്കാർ നൽകുന്ന പരിരക്ഷ നമ്മുടെ തലസ്ഥാനത്തും വേണം, നമ്മുടെ തലസ്ഥാനത്തെ ജില്ലയിലും വേണമെന്ന് സാധാരണക്കാരായ CPM പ്രവർത്തകരും ആഗ്രഹിക്കുന്നു. പക്ഷെ പണ്ട് മുതലേ അവർ അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനോഭാവമായിട്ട് നടക്കുന്നതുകൊണ്ട് കേഡർ പാർട്ടിയുടെ സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ ഇതൊന്നും പുറത്തു പറഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പോൾ പുറത്തു പറഞ്ഞാൽ തങ്ങളെ ചേർത്ത് പിടിക്കാൻ BJP പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെന്ന് അവർ കരുതുന്നു. ഇവരിൽ ഏറെ പേരും നിസ്വാർത്ഥരാണ്. അവർക്ക് സ്ഥാനമാനങ്ങൾ വേണ്ട, സ്ഥാനം മോഹിക്കുന്നവരല്ല. അതുകൊണ്ട് തങ്ങളുടെ നാടിന് ഗുണകരമായി നിൽക്കുന്ന പാർട്ടി ഏതാണോ ആ പാർട്ടിക്കൊപ്പം നിൽക്കുന്നു. വിധ്വംസ ശക്തികൾ ആരാണോ അവരെ എതിർക്കുന്നവർക്കൊപ്പം നിൽക്കുന്നു. അതുകൊണ്ടാണ് BJP-യിലേക്ക് കൂട്ടത്തോടെ പോകാൻ ഇവർ തയ്യാറെടുക്കുന്നത്. അത്തരമൊരു നിലപാട് നെടുമങ്ങാട് നിന്ന് മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ നിന്നൊക്കെ വലിയ തോതിൽ ഉണ്ടാകുന്നു. CPM അത് മുൻകൂട്ടി കണ്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി പാർട്ടിക്ക് ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയം വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.